ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. 108 ശിവാലയങ്ങൾ. ശ്രീമദ്ദക്ഷിണ കൈലാസം ശ്രീ പേരൂരു രവീശ്വരം ശുചീന്ദ്രം ചൊവ്വരം മാത്തൂർ തൃപ്പങ്ങോട്ടഥമുണ്ടയൂർ ശ്രീമാന്താങ്കുന്നു ചൊവ്വല്ലൂർ പാണഞ്ചേരി കൊരട്ടിയും പൊരണ്ടക്കോട്ടവങ്ങുന്നൂർ കൊല്ലൂരു തിരുമംഗലം തൃക്കാരിയൂരു കുന്നപ്രം ശ്രീ വെള്ളൂരഷ്ടമംഗലം ഐരാണിക്കുളവും കൈനൂർ ഗോകർണമെറണാകുളം പാരിവാലൂരടാട്ടും നൽപരപ്പിൽ ചാത്തമംഗലം പാറാപ്പറമ്പ് തൃക്കൂരു പനയൂരു വയറ്റില വൈക്കം രാമേശ്വരം രണ്ടും ഏറ്റുമാനൂരടക്കുളം ചെമ്മന്തട്ടാലുവ പിന്നെ ത്രിമിറ്റക്കോട്ട് ചേർത്തല കല്ലാറ്റുപുഴ തൃക്കുന്നു ചെറുവത്തൂരു പൊങ്ങണം തൃക്കപാലേശ്വരം മൂന്നും അവിട്ടത്തൂർ പെരുമല കൊല്ലത്തും കാട്ടകാമ്പാല പഴയന്നൂരു പേരകം ആദംവള്ളിയേർമ്പളിക്കാട് ചേരാനല്ലൂരു മാണിയൂര് തളിനാലു കൊടുങ്ങല്ലൂർ വഞ്ചിയൂർ വഞ്ചുളേശ്വരം പാഞ്ഞാർകുളം ചിറ്റുകുളം ആലത്തൂരഥ കൊട്ടിയൂർ തൃപ്പാളൂരു പെരുന്തട്ട തൃത്താല തിരുവല്ലയും വാഴപ്പള്ളി പുതുപ്പള്ളി മംഗലം തിരുനക്കര കൊടുമ്പൂരഷ്ടമിക്കോവിൽ പട്ടിണിക്കാട്ടുതഷ്ടയിൽ കിള്ളിക്കുറിശിയും പുത്തൂർ കുംഭസംഭവ മന്ദിരം സോമേശ്വരരഞ്ചവെങ്കാലൂർ കൊട്ടാരക്കര കണ്ടിയൂർ പാലയൂരു മഹാദേവ ചെല്ലൂരഥ നെടുമ്പുര മണ്ണൂർ തൃച്ചളിയൂർ ശൃംഗപുരം കോട്ടൂരു മമ്മിയൂർ പറമ്പുന്തള്ളി തിരുനാവായ് കരിക്കോട്ടു ചേർത്തല കോട്ടപ്പുറം മുതുവറ വളപ്പായ് ചേന്ദമംഗലം തൃക്കണ്ടിയൂർ പെരുവനം തിരുവാലൂർ ചിറയ്ക്കലും ഇപ്പറഞ്ഞ 108 ഭക്തിയൊത്തു പഠിക്കുവോർ ദേഹം നശിക്കിലെത്തിയിടും മഹാദേവന്റെ സന്നിധൗ പ്രദോഷത്തിൽ ജപിച്ചാൽ അഖിലശേഷ ദുരിതം കെടും യത്ര യത്ര ശിവക്ഷേത്രം തത്ര തത്ര നവാമ്യഹം. ഹരേ കൃഷ്ണ. ഇവിടെ നമ്മളിപ്പോൾ പാരായണം ചെയ്തത് 108 ശിവലിംഗ പ്രതിഷ്ഠകളുള്ള ക്ഷേത്രങ്ങളുടെ നാമങ്ങൾ ചേർത്തുകൊണ്ട് രചിക്കപ്പെട്ടിട്ടുള്ള സ്തോത്രമാണ്. ഈ 108 മഹാശിവലിംഗങ്ങളും അതേപോലെ തന്നെ 108 ദുർഗാപ്രതിഷ്ഠകളുമുണ്ട്. ഇത് കന്യാകുമാരിക്കും അതേപോലെ തന്നെ ഗോകർണത്തിനും ഇടയിലായി 64 ഗ്രാമങ്ങളിലായിക്കൊണ്ട് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളായിട്ടാണ് പറയപ്പെടുന്നത്. ഈ 108 ശിവാലയങ്ങളും ഇതുപോലെ തന്നെ 108 ദുർഗാലയങ്ങളുമുണ്ട്. ദുർഗാലയങ്ങൾ 108ഉം ദുർഗതി ദൂരെ നീക്കുവാൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന 108 ദുർഗാലയങ്ങളുണ്ട്. അതായത് 108 ദുർഗാക്ഷേത്രങ്ങളുടെ നാമങ്ങൾ ചേർത്തുകൊണ്ട് രചിക്കപ്പെട്ടിട്ടുള്ള സ്തോത്രം. ഇതൊക്കെ പാരായണം ചെയ്യുന്നത് വളരെ ശ്രേയസ്കരമായിട്ട് പറയാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഓരോ ശിവക്ഷേത്രത്തിൻ്റെ അതിലിപ്പോൾ നമ്മൾ 108 ശിവാലയങ്ങൾ ചൊല്ലുമ്പോൾ ആ ശിവക്ഷേത്രങ്ങളെ മനസ്സിൽ വിചാരം ചെയ്തുകൊണ്ട് നമ്മളൊരു പക്ഷെ പോയി കണ്ടിട്ടുണ്ടാവുകയില്ലായിരിക്കാം ഈ ക്ഷേത്രങ്ങളൊക്കെയും. എന്നിരുന്നാൽ പോലും ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിക്കാം. ഭഗവാൻ ഇരിക്കുന്ന ഒരിടമായിട്ട് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ 108 ശിവാലയങ്ങളുടെ നാമങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സ്തോത്രം പാരായണം ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ ദുരിതങ്ങളും നമുക്ക് കെട്ടുപോകാനും എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരാനും
അതേപോലെ തന്നെ ഈ 108 ശിവാലയങ്ങൾ ഭക്തിയോടുകൂടി ജപിക്കുന്നവർക്ക് ദേഹം നശിച്ചാലും നശിക്കാത്ത ഒന്നായി ഉള്ളിലിരിക്കുന്ന ആ സാത്വികമായ ധാമത്തിലേക്ക് എത്തിച്ചേരുവാനും ഇതിലൂടെ സാധിക്കും. തന്നെയല്ല, ഈ ഒരു 108 ശിവാലയങ്ങൾ നമ്മൾ ഈ സ്തോത്രം ഭക്തിയോടുകൂടി പാരായണം ചെയ്തതിന് ശേഷം എത്രയെത്ര ശിവക്ഷേത്രങ്ങളുണ്ടോ അവിടെ അത് പറഞ്ഞിട്ടാണ് ഇത് നിർത്തുന്നത് തന്നെ. എത്രയെത്ര ശിവക്ഷേത്രം തത്ര തത്ര നമാമ്യഹം. എത്ര ശിവക്ഷേത്രങ്ങളുണ്ടോ, നമ്മൾ ഈ 108 ശിവക്ഷേത്രങ്ങൾ പാരായണം ചെയ്യുന്നത് കൂടാതെ എത്രയോ ശിവക്ഷേത്രങ്ങൾ നമ്മുടെയൊക്കെ നാട്ടിൽ തന്നെയുണ്ട്. അവയ്ക്കെല്ലാം കൂടി ചേർത്ത് ആ തിരുനടയിൽ നമ്മൾ ഈ 108 ശിവക്ഷേത്രങ്ങളുടെ സ്തോത്രം പാരായണം ചെയ്യുന്നതിലൂടെ നമസ്കാരം അർപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു സ്തോത്രം അവസാനിപ്പിക്കുന്നത്. ഈ സ്തോത്രം കേൾക്കുന്നവർക്കും പാരായണം ചെയ്യുന്നവർക്കുമൊക്കെ ഭഗവാന്റെ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമഃ ശിവായ.